എങ്ങോട്ടാണ് നമ്മുടെ കേരളത്തിന്റെ പോക്ക്? സമൂഹത്തിന് മാതൃകയാകേണ്ട ഇതുപോലെ പിടിക്കപ്പെടുന്ന ഡോക്ടർമാരും വക്കീലന്മാരും ഇത്തരം ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ പിടിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് സമൂഹത്തിന് ഒരു നല്ല മെസ്സേജ് നൽകുക? സത്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഞാനായിരുന്നെങ്കിൽ, അതായത് ഞാനാണെങ്കിൽ, ഇത്തരം കേസുകൾക്ക് കർശന നടപടി സ്വീകരിച്ചാണ്. ഇതുപോലെ പിടിക്കപ്പെടുന്ന ഡോക്ടർമാരുടെയും വക്കീലന്മാരുടെയും ലൈസൻസുകൾ റദ്ദു ചെയ്യും. ഇനി കുറ്റം ഇവരുടെ പേരിൽ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ജോലി ചെയ്യുവാനുള്ള ഇവരുടെ ലൈസൻസുകൾ ആജീവാനന്ദം റദ്ദു ചെയ്യുവാനുള്ള വേണ്ട നടപടി കൈക്കൊള്ളുവാൻ വേണ്ടപ്പെട്ട കൗൺസിലുകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യും. മാത്രമല്ല, സാധാരണ ക്രിമിനൽ കേസുകൾ പോലെയല്ലാതെ ഇത്തരം ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ പിടിക്കപ്പെടുന്നവർക്ക് 1 വർഷം വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കുവാനുള്ള PAT NDPS പോലുള്ള നിയമം കർശനമായി നടപ്പാക്കുക തന്നെ ചെയ്യും. ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് മറ്റുള്ളവർക്ക് കൂടി ഇതൊരു പാഠമാവുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ഇങ്ങനെയുള്ള ശിക്ഷാ നടപടി നിയമം നടപ്പിലാക്കുന്നതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. മാത്രമല്ല, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ സന്ദേശം മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക.